തൃശ്ശൂരിൽ ഇന്ന് വ്യാപകമായി ആഞ്ഞടിച്ചത് ചുഴലിക്കാറ്റല്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. ഉണ്ടായത് ഗസ്നാഡോ പ്രതിഭാസമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥിരീകരിക്കുന്നത്. ശക്തമായ കാറ്റും മഴയും ഉള്ളപ്പോൾ അന്തരീക്ഷത്തിൽ അടിഞ്ഞുകൂടുന്ന വായു താഴേക്ക് പതിച്ച് കറങ്ങിക്കൊണ്ടുണ്ടാകുന്ന പ്രതിഭാസമാണിത്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, മിന്നൽ ചുഴലിയായാലും ഗസ്നാഡോ പ്രതിഭാസമായാലും ഇന്ന് വലിയ രീതിയിൽ നാശനഷ്ടമാണ് ഇത് വിതച്ചിട്ടുള്ളത്. അപ്പോൾ തലനാരിടയ്ക്കാണ് കുട്ടികളടക്കമുള്ളവർ രക്ഷപ്പെട്ടത്. എന്തായാലും ഇപ്പോൾ മിന്നൽ ചുഴലിയെന്ന് നമ്മൾ ആദ്യം കരുതിയെങ്കിലും ഇപ്പോൾ മിന്നൽ ചുഴലി അല്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. ഒപ്പം ഗസ്നാഡോ പ്രതിഭാസം, എന്താണ് ഈ ഗസ്നാഡോ പ്രതിഭാസം? ഇത് ആശങ്കാജനകമായിട്ടുള്ള ഒരു പ്രതിഭാസമാണോ? ഇനിയും വരാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് അധികൃതർ വ്യക്തമാക്കുന്നത്? സാനു. അശ്വതി, ഇന്ന് രാവിലെ 8:50 കൂടിയാണ് ഈ ഒരു ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ ഈ വലിയൊരു കാറ്റ് ഇവിടെ കാഞ്ഞു വീശുന്നത്. നമ്മൾ രാവിലെ കണ്ട പോലെ തന്നെ വിദ്യാലയങ്ങളുടെ സമീപത്ത് നിന്ന മരങ്ങളടക്കം വലിയ രീതിയിൽ കടപുഴകി. ഇപ്പം നമ്മളുള്ളത് കൊഴുക്കുള്ളി എന്ന് പറയുന്ന മേഖലയിലാണ്. അവിടെ രാവിലെ ഉണ്ടായ ചുഴലിക്കാറ്റിൽ ഒരു വീട് പൂർണ്ണമായിട്ടും തകർന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ വീട്ടിൽ കൊച്ചു കുട്ടിയടക്കമുള്ള സമയത്താണ് ഈ ഒരു സംഭവം ഇവിടെ നടക്കുന്നത്. ഇത് മരം വീണ് ഒന്നും തകർന്നതല്ല, കാറ്റ് അടിച്ചാണ് ഈ വീടിൻ്റെ മേൽക്കൂര. ഓട് മേഞ്ഞ വീടാണ്. ആ ഓട് മുഴുവനായിട്ടും പുറത്തേക്ക് പറന്നു പോയതിൻ്റെ ദൃശ്യങ്ങളാണുള്ളത്. ഈ സമയത്ത് ഈ വീട്ടിൽ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവർ കൊച്ചു കുട്ടികളടക്കം ഈ വീട്ടിൽ ഇരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ളൊരു വലിയ കാറ്റ് വലിയ ശബ്ദത്തോടു കൂടി ഈ മേഖലയിലേക്ക് എത്തുന്നത്. എന്തായാലും ഈ ചുഴലിയുമായി ബന്ധപ്പെട്ട്, ഈ കാറ്റടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിശദീകരണമൊക്കെ വരുന്നുണ്ട്. മിന്നൽ ചുഴലിയല്ല, ഉണ്ടായ ഗസ്റ്റിനാഡോ പ്രതിഭാസം എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള വിശദീകരണങ്ങളും അല്ലെ ഇത്തരത്തിലുള്ള പഠന റിപ്പോർട്ടുകളൊക്കെ വരുമ്പോഴും തൃശ്ശൂരിലെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. കാരണം ഈ വീടുകൾക്ക് നാശമുണ്ടാകുന്നു, അതേപോലെ തന്നെ മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്നടക്കം പറയുന്നുണ്ട്. എന്തായാലും വലിയൊരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. ഒരു വലിയ പ്രദേശത്തേക്ക് ഒരു കാറ്റെത്തുന്നു. ആ പ്രദേശം ഒന്നാകെ ഈ ചുഴലിയിൽ അകപ്പെടുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്ന. തെങ്ങ് വട്ടം ഒടിച്ചിരിക്കുന്നതാണ്. സാധാരണ തെങ്ങൊന്നും ഇങ്ങനെ കാറ്റടിച്ചാൽ വളരെ വേഗത്തിൽ മറിഞ്ഞു വീഴുകയോ ഒടിയുന്നോ ഒന്നും ചെയ്യുന്ന വൃക്ഷമല്ല തെങ്ങ്. ആ തെങ്ങ് വട്ടം ഒടിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നമുക്ക് ഈ വീട്ടിലെ ആൾ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ സംഭവം നടന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഗൃഹനാഥൻ തന്നെ നമ്മളോട് ചേരുകയാണ്. എന്താണ് ചേട്ടാ സംഭവിച്ചത്? എങ്ങനെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്? ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ മകളുടെ കുട്ടീനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കാൻ വണ്ടി കയറ്റിപ്പോയി. അങ്ങനെ ആ പള്ളിയുടെ തൊട്ടൊരു കടയിലവിടെ നിൽക്കുമ്പോൾ ഒരു കാറ്റ്. അപ്പം ഞാൻ ആ കടക്കാരനോട് പറഞ്ഞു, ഒരു കാറ്റ് വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ കാറ്റ് വരുന്ന പറയുന്ന സമയത്ത് തന്നെ കംപ്ലീറ്റ് ആ ഭാഗം മുഴുവൻ തകിടുകൂടിയായി. ഒരു തലനാരേക്ക് നമ്മൾ ടി വിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ രക്ഷപ്പെടുന്നത്. ഒരു ബൈക്കുമ്പോൾ ഒരാൾ വന്നു വീണു. അപ്പോൾ അവനോട് പറഞ്ഞു, ഞാൻ പോവല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കടക്കാരനോട് പറഞ്ഞു, ഞാൻ വീടൊന്ന് പോയി നോക്കട്ടാ എന്ന് പറഞ്ഞു. വീട്ടിൽ വന്നപ്പോൾ ഇവിടുത്തെ ഈ അവസ്ഥ ഇങ്ങനെ. ഈ കുഞ്ഞു കുട്ടിയൊക്കെ വീട്ടിലുണ്ടായിരുന്നു ആ സമയത്താണ്? ഉണ്ടായിരുന്നു. ആ മോള് അവൻ്റെ മേലെ ഒരു ഓട് വീണപ്പോൾ മോള് അവൻ്റെ മേല് കമന്ന് കിടന്നു. അപ്പോഴേക്കും അവൾ വാരി എടുത്ത് അങ്ങനെ അനിയൻ്റെ വീട്ടിലേക്ക് പോയി. കാറ്റടിച്ചാണ് ഈ ഓട് മൊത്തം പറന്നിരിക്കുന്നത്. കാറ്റ് അടിച്ചിട്ട് തന്നെയാവുള്ളൂ. അപ്പോൾ എന്തായാലും അശ്വതി, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം തെങ്ങ് വീണിട്ടുണ്ട്, കവുങ്ങൊക്കെ വീണിട്ടുണ്ട്. സാധാരണ കാറ്റടിക്കുമ്പോൾ എത്ര ശക്തമായിട്ടുള്ള കാറ്റടിച്ചാലും ഈ കവുങ്ങും തെങ്ങും ഒന്നും വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതല്ല. എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായിക്കൊണ്ട് എത്രത്തോളം ഭീകരമായിരുന്നു ഈ കാറ്റെന്ന് തെളിയിക്കുന്നതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളുടെ തോത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ വീണിരിക്കുന്ന വൃക്ഷങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ മുകളിലേക്ക് നോക്കൂ. ഒരു കാറ്റ് വന്ന് കയറി ഒരു വീടിൻ്റെ മുകൾ നിലയിലിട്ടിരുന്ന ഓട് മൊത്തം പറപ്പിച്ചുകൊണ്ട് പറത്തി താഴെ കളഞ്ഞ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇനി ആകെയുള്ളത് ആ ഇരുമ്പ് അവശിഷ്ടങ്ങൾ മാത്രമാണ്. അത്രയ്ക്കും ഭീകരമായിട്ടുള്ളൊരു കാറ്റടിക്കുന്നു. അതൊരു പ്രദേശത്തേക്ക് വന്ന് ആ പ്രദേശമാകം തരിപ്പണമാക്കുന്നു. ഒരു നിറയെ വൃക്ഷങ്ങളുണ്ടായിരുന്ന ഒരു മേഖല, ആ വൃക്ഷങ്ങൾ മൊത്തം തകർന്ന് അല്ലെങ്കിൽ ഒടിച്ച് തരിപ്പണമാക്കിയിട്ടിരിക്കുന്ന, താറുമാറാക്കിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരു വലിയ ജനവാസ മേഖലയിൽ ഈ കാറ്റെത്തിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നാശനഷ്ടത്തിന്റെ ഒരു ദൃഷ്ടാന്തം നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാൻ സാധിക്കും. അത് തന്നെയാണ്. എന്തായാലും നമ്മൾ ആദ്യമൊക്കെ മിന്നൽ ചുഴലി എന്നാണ് ഈ തൃശ്ശൂരിലെ ഈ സംഭവത്തോടു കൂടി നമ്മൾ ആദ്യം മനസ്സിലാക്കിയത്. പക്ഷേ ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ഗസ്നാഡോ പ്രതിഭാസം എന്ന്. പല പ്രേക്ഷകർക്കും സംശയമുണ്ടാകും, ഗസ്നാഡോ പ്രതിഭാസം അതെന്താണെന്ന്. ആ പേര് പോലെ തന്നെയാണ്, ഈ ഗസ്റ്റ് എന്ന് പറയുന്ന പേര് പോലെ തന്നെയാണ് പെട്ടെന്നൊരു അതിഥിയായി ഇങ്ങെത്തും. അതായത് ഈ ചുഴലിക്കാറ്റൊക്കെ സാധാരണ ആകാശത്ത് മിന്നൽ അല്ലെങ്കിൽ മേഘം വഴിയാണ് പെട്ടെന്ന് ഉണ്ടാകുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉണ്ടാകുന്ന, അതായത് പെട്ടെന്ന് കാലാവസ്ഥ മാറി മറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഗസ്നാഡോ. പണ്ടൊന്നും ഇത് അത്ര വ്യാപകമായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ
കാലാവസ്ഥാ വ്യതിയാനം ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. പക്ഷേ ഇത് വലിയ പ്രശ്നകാരിയല്ല എങ്കിൽ കൂടിയും ഈ മേൽക്കൂരകൾ പറത്തിക്കളയാനും കൃഷിനാശമൊക്കെ ഉണ്ടാക്കാനും ഈ ഗസ്നാഡോ ഒരു വില്ലനാണ്. അപ്പോൾ ഒരു കുട്ടി ചുഴലിക്കാറ്റാണ്. സാനുവാണ് വിവരങ്ങൾ പങ്കുവെച്ചത്.